യേശുക്രിസ്തുവിന്റെ 33 വയസ്സിൽ ശുശ്രൂഷ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുമായിരുന്നു. എന്നിട്ടും യേശുവിന്റെ സ്വാധീനം വളരെ ഉയർന്നു നിൽക്കുന്ന ആ സമയത്ത് തന്നെ സ്വയം അറസ്റ്റ് ചെയ്യാനും പരിഹസിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും ക്രൂശിക്കപ്പെടാനും വിട്ടുകൊടുത്തു. അതിന്റെ കാരണം എന്താണ്? ഇത്ര ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടതിന്റെ കാരണം എന്താണ്? 50 60 അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കാൻ പാടില്ലായിരുന്നോ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഒരു 10 വർഷം കൂടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിന് എത്ര നല്ല സൗഖ്യങ്ങളും ജീവിത പാഠങ്ങളും ലഭിച്ചാനെ അല്ലേ? ഇത്ര പെട്ടെന്ന് ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചതിന്റെ കാരണം എന്താണ്? ഉത്തരം ഞെട്ടിക്കുന്നതാണ്. കാരണം അതിൽ പുരാതന പ്രവചനം, ദിവ്യ സമയം, പ്രപഞ്ചയുദ്ധം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് വെറും ഒരു സംഭവമല്ല, ഒരു ദിവസം പോലും വൈകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ദിവ്യ കൗണ്ട് ഡൗൺ ആണ് എന്നുള്ളത് മനസ്സിലാകും. നമ്മെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. അത് ശരിയാണ്. പക്ഷേ അത് മാത്രമല്ല കാര്യം. ബൈബിളിൽ അതിന്റെ രഹസ്യം മറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവിക കൗണ്ട് ഡൗൺ, പ്രവചനത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ടൈം ലൈൻ. അത് യേശു എങ്ങനെ മരിക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, കൃത്യമായി എപ്പോൾ മരിക്കണം എന്നും പറയുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ മിക്ക ആളുകളും പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരും തന്നെ ചോദിക്കാത്ത ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ യേശു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നാം സംസാരിക്കാറുണ്ട്. പക്ഷേ യേശു എത്ര വർഷങ്ങൾ മാത്രം ജീവിക്കാനുള്ള കാരണം എന്താണ് എന്ന് അപൂർവമായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 3 വർഷങ്ങൾ മാത്രമേ യേശു പൊതു ശുശ്രൂഷ ചെയ്തുള്ളൂ. അതിനുശേഷം ഒന്നുമില്ല. എന്താ 10 വർഷങ്ങളെടുത്ത് അത്ഭുതങ്ങളൊന്നും ചെയ്യാത്തത്? ഒരു 10 20 വർഷങ്ങളൊക്കെ പഠിപ്പിക്കാൻ പാടില്ലായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 10 20 വർഷങ്ങൾ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ എത്ര പേരെ സൗഖ്യമാക്കായിരുന്നു, എത്ര സ്ഥലങ്ങളിൽ പ്രസംഗിക്കായിരുന്നു, എത്ര പേർക്ക് സ്വർഗത്തെക്കുറിച്ച് നേരിട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു അല്ലേ? പക്ഷേ ഏറ്റവും ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവിതത്തെ വെട്ടിച്ചുരുക്കിയതല്ല, അത് പൂർത്തിയായതാണ്. അതിന്റെ കാരണം ബെത്ലഹേമിൽ ജനിച്ച രാത്രിയിൽ തന്നെ ആരംഭിച്ച ഒരു കൗണ്ട് ഡൗണിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ബെത്ലഹേമിൽ ആരംഭിച്ച കൗണ്ട് ഡൗൺ ഇടയന്മാരുടെ അടുത്ത് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച സമയത്ത് തിരശ്ശീലയ്ക്ക് പിന്നിൽ വേറെയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. സ്വർഗീയ സമയം തുടങ്ങി. എല്ലാ ദിവസവും, ഓരോ വർഷവും, ഓരോ പെസഹ വിരുന്നും യേശുവിന് ഒഴിവാക്കാനാകാത്ത ഒരു നിമിഷത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് യാദൃശികമായി സംഭവിച്ചതല്ല, ഒരു വിധിയുമല്ല. ഇത് മുൻ നിയമിക്കപ്പെട്ട സമയമായിരുന്നു. ആ മുൻ നിയമിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിച്ച യേശുവിന്റെ ഭൂമിയിലെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില പ്രവാചകന്മാർ പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവചനത്തിൽ മറഞ്ഞിരിക്കുന്ന സമയം. ദാനിയേൽ പുസ്തകം 9-ാം അധ്യായത്തിൽ 70 ആഴ്ചകളെക്കുറിച്ച് ഒരു വിചിത്രമായ പ്രവചനമുണ്ട്. അത് ദിവസങ്ങളുടെ ആഴ്ചകളല്ല, വർഷങ്ങളുടെ ആഴ്ചകളാണ്. നൂറ്റാണ്ടുകളായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ചു. ആ സമയത്ത് യെരുശലേം പുനർനിർമ്മിക്കാനുള്ള കൽപ്പന കിട്ടിയ ആ സമയം മുതൽ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ വന്നെത്തുന്നതായിട്ട് അവർ കണ്ടെത്തി. എന്നാൽ അതിലും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മിശിഹ എപ്പോൾ മരിക്കും എന്ന് പോലും പ്രവചനം സൂചന നൽകുന്നുണ്ട്. യേശുവിന്റെ പ്രായവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് നേരിട്ട് 33 വയസ്സിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്നാൽ അതിനു മുമ്പ് യേശു ഭൂമിയിലേക്ക് വരുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ ദൈവം സ്ഥാപിച്ച ചില മാതൃക നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി നോക്കാം. 30ന്റെ മാതൃക. ബൈബിളിൽ 30 വയസ്സിൽ തങ്ങളുടെ വിളി മനസ്സിലാക്കിയ വലിയ നേതാക്കളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോസഫ് 30-ാം വയസ്സിൽ ഈജിപ്തിന്റെ രണ്ടാമനായി മാറി. 30 വയസ്സിൽ ദാവീദ് രാജാവായി. ഇസ്രായേലിലുള്ള പുരോഹിതന്മാർക്ക് 30 വയസ്സിലാണ് അവരുടെ ദേവാലയ സേവനം ആരംഭിക്കുന്നത്. യേശുവും 30 വയസ്സിലാണ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. ഇതെല്ലാം യാദൃശികമായിട്ട് സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. എന്നാൽ നമ്മെ ഞെട്ടിക്കുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് യോസഫിനെയും ദാവീദിനെയും പോലെ യേശുവിന്റെ ശുശ്രൂഷ പതിറ്റാണ്ടുകളൊന്നും നീണ്ടു നിന്നില്ല. 3 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് ഈ 3? ഈ രഹസ്യത്തിലെ അടുത്ത വാതിൽ തുറക്കുന്നൊരു ചോദ്യം അതാണ്. 3ആയി വിഭജിക്കപ്പെട്ട ഒരു ജീവിതം. ബൈബിളിൽ 3 എന്ന സംഖ്യ പൂർത്തീകരണം, പുനരുത്ഥാനം, ദൈവിക പൂർണ്ണത എന്നിവയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. യേശുവിന്റെ ജീവിതവും 2 പൂർണ്ണ ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. 30 വർഷത്തെ തയ്യാറെടുപ്പും 3 വർഷത്തെ പൊതു ശുശ്രൂഷയും. എന്നാലും ഈ 3 വർഷത്തിൽ അവസാനിക്കുന്നതിന്റെ കാരണം എന്താണ്? 4 5 വർഷങ്ങളാകാത്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം യഹൂദ നിയമത്തിൽ 4 വർഷത്തിലാണ് പവിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ യേശു 3 വർഷത്തിൽ സ്വയം സമർപ്പിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടായി. പൂർണ്ണ ശക്തിയുള്ള പ്രായം. യഹൂദ സംസ്കാരത്തിൽ 33 വയസ്സെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശക്തിയുടെയും ചൈതന്യത്തിന്റെയും ഉന്നതിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. യേശു ഒരു വൃദ്ധനായിട്ടോ അല്ലെങ്കിൽ രോഗിയായിട്ടോ അല്ല ക്രൂശിലേക്ക് പോയത്. യേശു മാനസികമായും ശാരീരികമായും ആത്മീയമായും പൂർണ്ണ ശക്തിയോടെയാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ യാഗം കൊടുക്കാനായിട്ട് ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പന എന്ന് പറയുന്നത്
വഴിപാട് കൊടുക്കുന്ന സമയത്ത് ആ യാഗവസ്തു കളങ്കമില്ലാതായിരിക്കണം എന്നതാണ്. 33-ാം വയസ്സിൽ യേശു അങ്ങനെയായിരുന്നു. പെസഹായുമായുള്ള ബന്ധം. പെസഹ സമയത്ത് യേശു മരിച്ചു. അതേസമയം കളങ്കമില്ലാത്ത കുഞ്ഞാടുകളെ ദൈവാലയത്തിൽ ബലിയർപ്പിക്കുമായിരുന്നു. ബലി കൊടുക്കുന്ന സമയത്ത് കുഞ്ഞാടിന്റെ പ്രായം കൃത്യമായിരിക്കണം. ഒരുപാട് ചെറുപ്പമാകാനും പാടില്ല, നല്ല പ്രായമുള്ളതും പാടില്ല. ഇതിനർത്ഥം യേശുവിന്റെ മരണം ആ ദിവസത്തെക്കുറിച്ചുള്ളതല്ല, അത് യേശുവിന്റെ പ്രായത്തെക്കുറിച്ചായിരുന്നു. ശത്രുവിന്റെ അവസാനം. യേശു ജനിച്ച ആ നിമിഷം മുതൽ തന്നെ സാത്താൻ യേശുവിനെ പല രീതിയിൽ തടയാൻ ശ്രമിച്ചു. ഹേരോദാവ് ശിശുവായിരുന്ന യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. നസ്രത്തിലെ ആളുകൾ യേശുവിനെ മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചു. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ നിശ്ചിത സമയത്തിന് മുമ്പ് യേശുവിനെ കൊല്ലാൻ ആർക്കും കഴിഞ്ഞില്ല. യേശുവിന്റെ സമയം എത്തുന്നതുവരെ എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെട്ടു. യേശുവിന്റെ സമയം എപ്പോഴാണ്? 31 അല്ല, 35 അല്ല, കൃത്യമായി 33-ലാണ്. 34 പോലും അല്ലാത്തതിന്റെ കാരണം എന്താണ്? വിമർശകരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യേശു 1 വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയില്ലായിരുന്നോ എന്നൊക്കെ. അതിന്റെ ഉത്തരം ഇല്ല എന്നതാണ്. രക്ഷയുടെ മുഴുവൻ പദ്ധതിയും ഒരു ടൈം ടേബിളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ടൈം ടേബിൾ 33-ാം വയസ്സിലെ നല്ല ശക്തിയുള്ള കാലത്ത് അവസാനിച്ചു. അന്ത്യ അത്താഴം. അവസാനത്തെ പെസഹ ഭക്ഷണം, അതായത് അന്ത്യ അത്താഴം. ശിഷ്യന്മാരുടെ കൂടെയുള്ള ഒരു വിടവാങ്ങൽ സമ്മേളനം മാത്രമായിരുന്നു ഇതെന്ന് പലരും കരുതുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. പെസഹയ്ക്ക് മുമ്പുള്ള ആ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനെ തെരഞ്ഞെടുത്ത് പരിശോധിച്ച് നിശ്ചിത സമയത്ത് യാഗം അർപ്പിക്കുമായിരുന്നു. പരീക്ഷണങ്ങൾ, ചോദ്യം ചെയ്യലുകൾ, എല്ലാത്തിലും യേശുവിനെ പരിശോധിച്ച് ദൈവത്തിന്റെ കുഞ്ഞാടായി അർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നിരപരാധി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പെസഹ പെരുന്നാൾ നിറവേറ്റുക എന്നത് മാത്രമല്ല, യേശുവിന്റെ കൗണ്ട് ഡൗൺ അവിടെ അവസാനിച്ചു. യഹൂദ ചരിത്രത്തിൽ 33 വയസ്സ്. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ചരിത്രം കൊണ്ട് ബൈബിൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ എത്ര പേർ 33 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചുരുക്കം ചില പണ്ഡിതന്മാർ ശ്രദ്ധിച്ചു. 33 വർഷം യെരുശലേമിൽ ദാവീദ് രാജാവ് ഭരിച്ചു. യാക്കോബിന്റെ മകനായ യോസഫ് 33-ാം വയസ്സിൽ രാജ്യത്തിന്റെ രണ്ടാമനായി മാറിയെന്ന് ചില യഹൂദ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിലും യഹൂദയിലും ഉണ്ടായിരുന്ന ചില രാജാക്കന്മാരുടെ ഭരണകാലം പോലും 33 വർഷമായിരുന്നു. മിശിഹ 33 വയസ്സിൽ മരിക്കുമ്പോൾ നമുക്ക് അതേ സെയിം ഒപ്പ് എന്ന രീതിയിൽ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ദൈവം ഈ സംഖ്യ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പിന്നെയും ആവർത്തിച്ച് ഉൾപ്പെടുത്തിയതുപോലെയാണത്. പൗരോഹിത്യ ആവശ്യകത. സംഖ്യാപുസ്തകം 4-ാം അധ്യായം അനുസരിച്ച് ഇസ്രായേലിലെ പുരോഹിതന്മാർ 30 വയസ്സിൽ ദൈവാലയ സേവനം ആരംഭിക്കണം. ഇത് തന്നെ യേശു എന്തുകൊണ്ടാണ് 30 വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്തുള്ള ഒരു കാര്യം, അവർക്ക് 50 വയസ്സ് വരെ ദൈവാലയത്തിൽ സേവ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ യേശു പുരോഹിതന്മാരെ പോലെ 20 വർഷം ശുശ്രൂഷ ചെയ്യാത്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം, യേശു വെറും ഒരു പുരോഹിതൻ മാത്രമല്ല, യേശു ഏറ്റവും അവസാനത്തെ മഹാപുരോഹിതനാണ്. യേശു എന്ന യാഗം മറ്റുള്ളവരുടെ ആവശ്യം ഇല്ലാതാക്കി. യേശു കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിൽ പഴയ വ്യവസ്ഥയുടെ കീഴിൽ ഒരുപാട് കാലം പ്രവർത്തിക്കേണ്ടി വന്നേനെ. എന്നാൽ അതിനു പകരം പഴയ ഉടമ്പടിക്കും പുതിയ ഉടമ്പടിക്കും ഇടയിലുള്ള കൃത്യമായ പ്രാവചനിക കേന്ദ്രബിന്ദുവിൽ യേശുവിന്റെ ശുശ്രൂഷ അവസാനിച്ചു. ബൈബിളിലെ 33 എന്ന സംഖ്യ യേശുവുമായി ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് വരെ ക്രമരഹിതമായി തോന്നുന്ന പല സ്ഥലങ്ങളിൽ ഈ 33 എന്ന സംഖ്യ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹീബ്രു തോറയിൽ ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഏലോഹീം എന്ന നാമം 33 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്യുന്ന സമയത്ത് 33 പ്രാവശ്യം നോഹയുടെ പേര് അതിൽ പരാമർശിക്കുന്നുണ്ട്. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത നഗരമായ യെരുശലേമിൽ ദാവീദ് 33 വർഷം ഭരിച്ചു. ദാനിയേലിന്റെ പകുതി ആഴ്ച. ദാനിയേലിന്റെ പ്രവചനത്തിൽ ഒരു പ്രവചന ആഴ്ചയുടെ മധ്യത്തിൽ മശീഹ ഛേദിക്കപ്പെടും എന്ന് പറയുന്നു. അതായത് യേശുവിന്റെ ശുശ്രൂഷയുടെ 3.5 വർഷത്തിൽ. ഇതിനർത്ഥം ഈ 33 എന്ന് പറയുന്നത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട കാലഘട്ടമാണ്. യേശു കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിലോ? ഇത് വെറുതെ നമ്മുടെ ഭാവനയെ ഉണർത്തുന്ന ഒന്നാണ്. യേശു 50 അല്ലെങ്കിൽ 80 വരെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ വിശ്വസിക്കുമായിരുന്നോ? സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇല്ല എന്നതാണ്. ക്രൂശ് വൈകിയിരുന്നെങ്കിൽ പെന്തക്കോസ്തിൽ സംഭവിച്ചത് ഒരു കാരണവശാലും സംഭവിക്കില്ലായിരുന്നു. അപ്പോസ്തലന്മാർക്ക് അധികാരം ലഭിക്കില്ലായിരുന്നു. ആദ്യകാല സഭ ആ സമയത്ത് ഉരുവാകില്ലായിരുന്നു. യേശുവിന്റെ വേർപാട് ഒരു ജ്വലന ബിന്ദുവായിരുന്നു. അത് അപ്പോൾ സംഭവിക്കേണ്ടതായിരുന്നു. 33 വർഷത്തെ പാരമ്പര്യം. 1000 വർഷം കൊണ്ട് ഒരു മനുഷ്യന് കഴിയാത്ത ഒരു കാര്യം വെറും 33 വർഷത്തിനുള്ളിൽ യേശു ചെയ്തെടുത്തു. യേശു 300-ലധികം പ്രവചനങ്ങൾ നിറവേറ്റി. പഴയ നിയമം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു. യേശു എല്ലാവർക്കും രക്ഷയുടെ വഴി തുറന്നു. ദൈവം ഒരു ജീവിതത്തെ അളക്കുന്നത് അതിന്റെ ദൈർഘ്യം കൊണ്ടല്ല, മറിച്ച് ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ് എന്നൊരു മാതൃക യേശു കാണിച്ചു തന്നു.
ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ നമുക്ക് ഒരുമിച്ച് നോക്കാം. 3.5 വർഷത്തിന് ശേഷം ശുശ്രൂഷ അവസാനിക്കണമെന്ന് പ്രവചനമുണ്ടായിരുന്നു. പെസഹയുമായി യോജിച്ച് യേശുവിന്റെ മരണം ഉണ്ടാകണമായിരുന്നു. പ്രതീകാത്മകതയും ചരിത്രവും 33 എന്ന സംഖ്യയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. യേശു നേരത്തെയോ താമസിച്ചോ അല്ല മരിച്ചത്. ലോകത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് സ്വർഗം ആസൂത്രണം ചെയ്ത അതേ മണിക്കൂറിൽ കൃത്യസമയത്ത് യേശു മരിച്ചു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.